ഓം ശരവണഭവ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നാളെ ഈ വർഷത്തെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയും പൂരുരുട്ടാതി നക്ഷത്രവും ഒന്നിച്ചു വന്നിരിക്കുന്ന ഒരു ദിവസം. ഈ ഒരു വർഷം തീരുന്നത് തന്നെ ഈ ഒരു രീതിയിലായതുകൊണ്ട്, അതായത് അവസാനത്തെ വെള്ളിയാഴ്ച പൂരുരുട്ടാതി നക്ഷത്രവും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വന്നിരിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ ഭാഗ്യത്തെ വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ ഐശ്വര്യമുണ്ടാവാനും ചെയ്യേണ്ടുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒപ്പം ഹൈപ്പ് ചെയ്യാനും എല്ലാവരും മറക്കരുത്. അപ്പോൾ നാളത്തെ ദിവസം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. നാളെ പൂരുരുട്ടാതി നക്ഷത്രത്തോട് കൂടിച്ചേർന്ന് വന്നിരിക്കുന്ന വെള്ളിയാഴ്ചയാണ്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഗോപൂജയെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. വെള്ളിയാഴ്ചയും പൂരുരുട്ടാതി നക്ഷത്രവും കൂടി ഒന്നിച്ചു വന്നാൽ അന്നത്തെ ദിവസത്തെ നമുക്ക് നമ്മുടെ ഭാഗ്യ ദിവസമായി തിരഞ്ഞെടുക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിലോട്ട് ഭാഗ്യം വരണം, സന്തോഷം, സമ്പൽ, സമൃദ്ധി ഒക്കെ വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം മിസ് ചെയ്യരുത്. കാരണം ശുക്ര ഭഗവാന്റെ ദിവസമായ വെള്ളിയാഴ്ച വരുന്ന പൂരുരുട്ടാതി നക്ഷത്രം നമുക്ക് വളരെയധികം ഭാഗ്യത്തെ കൊണ്ടുതരും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. നിങ്ങൾ നാളത്തെ ദിവസം ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ നാളെ വെള്ളിയാഴ്ച വരുന്ന ഗുരുഹോരയിൽ, അല്ലെങ്കിൽ രാവിലെ 6 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത്, ഇതിൽ ഏതെങ്കിലും ഒരു സമയത്ത് വാഴനാരിൽ മുല്ലപ്പൂവോ ചെമ്പകപ്പൂക്കളോ നമ്മുടെ തന്നെ കൈകൊണ്ട് കോർത്ത് വീടിനടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഭഗവാന് സമർപ്പിച്ചിട്ട് നമുക്ക് ഭാഗ്യമുണ്ടാവണമെന്നും നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യം വരണമെന്നും മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിക്കുക. ഇവിടെ വാഴനാര് തന്നെ നമ്മൾ പൂക്കൾ കെട്ടാനായിട്ട് ഉപയോഗിക്കണം. അതിൻ്റെ കൂടെ നൂല് ചേർക്കാം, പക്ഷേ വാഴനാര് തന്നെ വേണം. ഗുരു കടാക്ഷം നിറഞ്ഞിട്ടുള്ള വസ്തുവാണ് വാഴനാരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വാഴനാരെടുക്കണം. പിന്നെ ഒന്നെങ്കിൽ ചെമ്പകപ്പൂവ്, ഇനി ചെമ്പകമില്ലെങ്കിൽ മുല്ലപ്പൂവ് എടുത്താൽ മതിയാവും. അതും ശ്രദ്ധിക്കണം, വേറെ പൂക്കളൊന്നും പറ്റില്ല. ഇത് ആദ്യമായിട്ട് വെള്ളിയാഴ്ചയും പൂരുരുട്ടാതി നക്ഷത്രവും വരുന്ന ദിവസം തുടങ്ങിയിട്ട് പിന്നെ തുടർച്ചയായി എല്ലാ മാസവും വരുന്ന പൂരുരുട്ടാതി നക്ഷത്രത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. വെറും 3 മാസം നിങ്ങളിത് ചെയ്താൽ മതിയാവും. നല്ല മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. അതിനുശേഷം സാധിക്കുന്നവർ ക്ഷേത്രത്തിൽ 24 നെയ് ദീപങ്ങൾ കൂടി കൊളുത്തി പ്രാർത്ഥിക്കണം. ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ എത്ര പേര് കണ്ടിട്ടുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യാം. ഇനി വീടിനടുത്ത് ക്ഷേത്രമില്ലാത്തവർക്ക് നിങ്ങളുടെ വീട്ടിലുള്ള മഹാദേവൻ്റെ ഫോട്ടോയ്ക്കോ ശിവലിംഗത്തിനോ ഇതേ കാര്യം ചെയ്യാവുന്നതാണ്. നല്ല രീതിയിലുള്ള ഭാഗ്യമുണ്ടാകും. അതേപോലെ നാളത്തെ ദിവസം വെള്ളിയാഴ്ച നിങ്ങൾക്ക് പോയൊരു ഡ്രസ്സ്, അതായത് ജോലിക്കൊക്കെ പോകുന്നവരാണ്, ഡ്രസ്സ് മേടിക്കണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ യെല്ലോ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലുള്ള ഡ്രസ്സ്, അതിപ്പം സാരിയോ കുർത്തിയോ എന്തുമായിക്കൊള്ളട്ടെ, ഡ്രസ്സ് മേടിക്കുന്നത് വളരെ വളരെ നല്ല കാര്യമാണ്. ഒപ്പം തന്നെ വെള്ളി ഓർണമെൻറ്റ്സ്, അതിപ്പം നാണയങ്ങളായാലും പാദസരമായാലും, അതല്ല കയ്യിലിടുന്ന മോതിരമാണെങ്കിലും കമ്മലാണെങ്കിലും എന്ത് വസ്തുവാണെങ്കിലും, ഇപ്പം ഏറ്റവും നിങ്ങൾക്ക് പറ്റുന്നത് 100 രൂപ കൊടുത്തിട്ടുള്ളൊരു ചെറിയ സിൽവർ കോയിൻ മേടിക്കാനാണെങ്കിലും അതിന് പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ് വെള്ളിയാഴ്ച വരുന്ന പൂരുരുട്ടാതി നക്ഷത്രം എന്ന് പറയുന്നത്. അതിന് അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. പൂരുരുട്ടാതി നക്ഷത്രം എപ്പോൾ വരുന്നു ആ ഒരു സമയത്ത് ഇത് ചെയ്താൽ മതിയാവും. ഇനി മാല ക്ഷേത്രത്തിൽ കൊണ്ട് ചാർത്തുന്നത് രാവിലെ അല്ല, വൈകിട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും വൈകിട്ടും ചെയ്യാവുന്നതാണ്. രാവിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു സമയം എന്നുള്ളതേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണാൻ ലേറ്റായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈകിട്ടും ചെയ്യാവുന്നതാണ്. പക്ഷേ വെള്ളിയാഴ്ച തന്നെ ഇത് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. ഇത്രയും കാര്യങ്ങൾ നാളത്തെ ദിവസം നിങ്ങൾ ചെയ്താൽ തീർച്ചയായും ഇത് 3 കാര്യങ്ങളും, ഞാനീ പറഞ്ഞ 3 കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നവർ 3ഉം ചെയ്യാം. അങ്ങനെയല്ല, ഇതിലേതെങ്കിലും ഒന്നെങ്കിലും ചെയ്യാൻ പറ്റുന്നവർ ചെയ്തോളൂ. നല്ല ഫലം തീർച്ചയായും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. ഇനി നാളെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ലക്ഷ്മി പൂജയെക്കുറിച്ചാണ്.
ലക്ഷ്മി പൂജ എപ്പോഴും പറയുന്നത് പോലെ എവിടെയാണോ പൂജ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഭാഗം വൃത്തിയായിട്ട് തുടയ്ക്കുക. ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വിഗ്രഹം എന്താണോ ഉള്ളത് അതൊക്കെ പ്ലേസ് ചെയ്യുന്നു. ദേവിക്ക് മുൻപിൽ 8 നെയ് ദീപങ്ങൾ നമ്മൾ നാളത്തെ ദിവസം കൊളുത്തുന്നു. 8 ലക്ഷ്മികളെ കുറിക്കുന്നതാണ് 8 നെയ് ദീപങ്ങൾ. 8 നെയ് ദീപങ്ങളും കിഴക്കോട്ട് ഫേസ് ചെയ്ത് വേണം ഇരിക്കാൻ. നമ്മൾ ദീപം കൊളുത്തിയതിന് ശേഷം ഒരു ഏലയ്ക്ക, ഒരു ഗ്രാമ്പു ഈ ഒരു നെയ്യിലോട്ട് നമ്മൾ ഇടണം. ദീപം കൊളുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഇടാനായിട്ട് പാടുള്ളൂ. അത് ശ്രദ്ധിക്കണം. നമ്മൾ നെയ്യിലോട്ട് ഏലക്കായും ഗ്രാമ്പൂവും ഇടുമ്പോൾ ഓം ശ്രീം മഹാലക്ഷ്മി വരുക വരുക ഈ ഒരു മന്ത്രം പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ നെയ്യിലോട്ട് ഏലക്കായും ഗ്രാമ്പൂവും ഇടാൻ. മുഴുവനായിട്ടുള്ള ഏലക്കായും ഗ്രാമ്പൂവും വേണം. പൊടിക്കുകയോ ഏലക്കായ എടുക്കൂര് മാത്രം എടുക്കുകയോ ഒന്നും വേണ്ട. അങ്ങനെ അതെല്ലാം ചെയ്തതിന് ശേഷം 8 താമരപ്പൂക്കൾ കിട്ടും എന്നുണ്ടെങ്കിൽ 8 താമരപ്പൂക്കൾ എടുക്കാം. കിട്ടില്ലാത്തവർക്ക് 8 റോസാപ്പൂക്കളോ 8 ചെമ്പകപ്പൂക്കളോ 8 മുല്ലപ്പൂക്കളോ എടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം മണമുള്ള പൂക്കൾ, നല്ല മണമുള്ള പൂക്കൾ മാത്രം എടുക്കണം. ഇനി അബ്രോഡൊക്കെ താമസിക്കുന്നവരാണ്, നിങ്ങൾക്ക് മണമുള്ള പൂക്കൾ കിട്ടാനായിട്ടുള്ള സാഹചര്യം ഇല്ലെങ്കിൽ ഞാൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്, റോസപ്പൂവിൻ്റെയോ മുല്ലപ്പൂവിൻ്റെയോ പെർഫ്യൂം വാങ്ങിച്ചു വെച്ചിട്ട് അത് നമ്മൾ പൂജയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. അത് നമ്മൾ ജസ്റ്റ് ആ ഒരു പൂവിൽ, ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് മണമില്ലാത്തൊരു പൂവാണെന്നിരിക്കട്ടെ, അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. നല്ല സ്മെല്ല് കിട്ടും. അങ്ങനെ അല്ലെങ്കിൽ മരിക്കൊഴുന്ത് കിട്ടുമെങ്കിൽ മരിക്കൊഴുന്ത് മേടിക്കാം. ഇനി ഈ പറഞ്ഞ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന മറ്റൊരു വസ്തു എന്ന് പറയുന്നത് കൂവളത്തിലയാണ്. അപ്പം ഇതിലെന്താണോ നിങ്ങൾക്ക് പറ്റുന്നത് അത് ദേവിക്ക് മുൻപിൽ, അതായത് നമ്മൾ കത്തിച്ച് വെച്ചിട്ടുള്ള ഓരോ വിളക്കിനും നമ്മൾ മഹാലക്ഷ്മി അഷ്ടകം ഓം നമസ്തേസ്തു മഹാമായി ശ്രീപീഠേ സുരപൂജിതേ എന്ന് തുടങ്ങുന്ന മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലി ഓരോ പൂക്കളായിട്ട് സമർപ്പിക്കുന്നു. സമർപ്പിച്ചതിന് ശേഷം അവിടെ ഇരുന്ന് ഓം ശ്രീം ഹ്രീം ശ്രീ ഈ ഒരു മന്ത്രം 27 പ്രാവശ്യം ജപിക്കണം. ജപിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിലുള്ള പൂക്കൾ, ആ പൂക്കളെല്ലാം കൂടി ഒന്നിച്ച് മിക്സഡ്, ഇപ്പോൾ താമരപ്പൂവാണെങ്കിൽ അതിൻ്റെ കുറച്ചിതളുകൾ, റോസാപ്പൂവിൻ്റെ കുറച്ചിതളുകൾ, മുല്ലപ്പൂവ്, അതുപോലെ കൂവളത്തില, അങ്ങനെ എന്തൊക്കെ കയ്യിലുണ്ടോ അതെല്ലാം കൂടെ ഒന്നിച്ചൊരു മിക്സാക്കി ഇട്ടിട്ട് നമ്മുടെ 2 കൈയും കൂപ്പിയിട്ട് അതിലോട്ട് നമ്മൾ ഇതെല്ലാം കൂടി എടുക്കണം. എടുത്തിട്ട് മഹാലക്ഷ്മി ദേവിയെ നമ്മൾ കർപ്പൂര ആരതി എടുക്കുന്നത് പോലെ ദേവിക്ക് ആദ്യം നിങ്ങളുടെ വീട്ടിലുള്ള ദേവിയുടെ മുഖമാണെങ്കിലും വിഗ്രഹമാണെങ്കിലും അതിന് 3 പ്രാവശ്യം നമ്മൾ ഉഴിയണം. അതായത് വലത്ത് നിന്ന് ഇടത്തോട്ട് ഉഴിയണം. അതിനുശേഷം അമ്മയുടെ പാദത്തിൽ വന്നിട്ട് 3 പ്രാവശ്യം വലത്ത് നിന്ന് ഇടത്തോട്ട് ഉഴിയണം. അതിനുശേഷം അമ്മയെ മുഴുവനായിട്ടും പാദം മുതൽ ഉച്ചി വരെ 3 പ്രാവശ്യം മുഴുവനായിട്ടും ഉഴിയണം. ഉഴിയുമ്പോൾ നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ കുടുംബത്തിലോട്ട് സർവ്വസമ്പൽ സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും എല്ലാം തന്ന് അനുഗ്രഹിക്കണം എന്നുള്ളതാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ നമ്മൾ 9 പ്രാവശ്യം അമ്മയെ ഉഴിയും. മുഖത്തിന് 3 പ്രാവശ്യം, പാദത്തിന് 3 പ്രാവശ്യം, മുഴുവനായിട്ട് 3 പ്രാവശ്യം. എന്നിട്ട് ആ പൂക്കൾ അമ്മയുടെ പുറത്തോട്ട് നമ്മൾ പുഷ്പവൃഷ്ടിയായിട്ട് ഇടുകയാണ്. അങ്ങനെ ഇട്ട് ഒന്നും കൂടി കൈകൾ കൂപ്പി നമസ്കരിച്ച് ശേഷം ദീപ ആരതി എടുക്കുന്നു. നിവേദ്യമായിട്ട് നമുക്ക് പൈനാപ്പിൾ മുഴുവനായിട്ടും കട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. പാലോ പാൽപ്പായസമോ ഉണ്ടാക്കി വെക്കാവുന്നതാണ്. അതേപോലെ തന്നെ നട്ട്സ്, ബദാം, കാഷ്യൂ ഇതെല്ലാം കൂടെ മിക്സാക്കിയിട്ട് അതും വെക്കാവുന്നതാണ്. ഇത്രയും വെച്ചിട്ട് കർപ്പൂര ആരതിയും കൂടിയെടുത്ത് എൻ്റെ കുടുംബത്തിന് എല്ലാ ഐശ്വര്യങ്ങളും തന്ന് നല്ല ധനസമൃദ്ധി തന്ന് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുക. ഈ ഒരേ ഒരു കാര്യം ചെയ്താൽ മതിയാകും. നാളെ എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിരിക്കും. കഴിയുന്നതും എല്ലാവരും മിസ്സാക്കാതെ നാളത്തെ ദിവസം ലക്ഷ്മി പൂജ ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.